മഴത്തോരു മുൻപേ സീരിയലിൽ ഉടൻ വരുവാൻ പോകുന്ന മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാമച്ചന്റെയും ഗ്രേസമ്മയുടെയും രേവതിക്കുട്ടിയുടെയും കൂടെ 3 ദിവസത്തേക്ക് താമസിക്കുവാൻ പോയ അലീന 4-ാം ദിവസം രാവിലെ വീട്ടിലേക്ക് മടങ്ങിയെത്തി. എന്നാൽ അലീനയെ ഒരു ദിവസം കൂടി അവർക്കൊപ്പം പിടിച്ചു നിർത്തുവാൻ വേണ്ടി അവസാന നിമിഷം ഒരു കളി കളിച്ച് ബാലചന്ദ്ര മേനോനിൽ നിന്നും രേവതിക്കുട്ടി പെർമിഷൻ വാങ്ങുന്നുണ്ടായിരുന്നു. ഓക്കെ, ഒരു ദിവസം കൂടി നിന്നോളൂ എന്ന് ബാലചന്ദ്ര മേനോൻ പറയുകയും ചെയ്തു. എങ്കിലും അലീനയ്ക്ക് ബാലചന്ദ്ര മേനോനോട് പറഞ്ഞ വാക്ക് അത് തെറ്റിക്കാൻ കഴിയാത്തത് കൊണ്ട് 4-ാം ദിവസം തന്നെ അലീന മടങ്ങി പോകുന്നതാണ്. എന്നാൽ അലീന അവിടേക്ക് ആ ദിവസം എത്തും എന്നുള്ള കാര്യം വിളിച്ചു പറയാതിരുന്നത് കൊണ്ട് ബാലചന്ദ്ര മേനോൻ കാലത്ത് തന്നെ ആ വീട് വിട്ടുപോയി. രോഹിത്തും കൃഷ്ണജയും വീട്ടിലില്ല, അവർ പഠിക്കുവാൻ വേണ്ടി പോയിരിക്കുകയാണ്. പക്ഷേ ഇത് പറ്റിയൊരവസരമാണ് എന്ന് മനസ്സിലാക്കിയ ബബിത ആരുമില്ലാത്ത ആ വീട്ടിലേക്ക് തൻ്റെ കാമുകനെ വിളിച്ചു കയറ്റിയിട്ടുണ്ട്. ബബിതയ്ക്കൊപ്പം അയാൾ അവളുടെ ബെഡ്റൂമിലായിരിക്കുന്ന സമയത്താണ് അലീന അപ്രതീക്ഷിതമായി ആ വീട്ടിലേക്ക് എത്തുന്നത്. അവിടെ എത്തിയപ്പോൾ തന്നെ അലീനയ്ക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ കാരണം ബാലചന്ദ്ര മേനോന്റെ കാറ് പോർച്ചിലില്ല, അദ്ദേഹം അവിടെ ഇല്ല എന്നുള്ളത് വ്യക്തമാണ്. എന്നാൽ ബബിതയുടെ സ്കൂട്ടർ അല്പം അപ്പുറത്തേക്ക് മാറ്റി പെട്ടെന്ന് ആരുടെയും ശ്രദ്ധ കിട്ടാത്തിടത്ത് ഒതുക്കി വെച്ചിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ പരിചയമില്ലാത്ത മറ്റൊരു ബൈക്കും ഇരിക്കുന്നു. അതെ, അകത്താരോ വന്നിട്ടുണ്ട്, അവളൊന്ന് പഠിക്കുവാൻ പോയിട്ടില്ല എന്നുള്ള വളരെ വ്യക്തമായൊരു ഉറപ്പ് അലീനയുടെ മനസ്സിലേക്ക് വരികയും ചെയ്തു. ആ ചിന്തയോടുകൂടി വാതിൽ തുറക്കുവാൻ ശ്രമിക്കുമ്പോൾ അകത്തു നിന്നത് പൂട്ടിയിരിക്കുകയാണ്. ബെല്ലടിക്കുകയും കതകിൽ പലയാവർത്തി മുട്ടുകയും ചെയ്തതിനു ശേഷം കുറേ സമയം പിന്നിട്ടാണ് ബബിത വന്ന് വാതിൽ തുറക്കുന്നത്. വന്ന പാടെ അലീനയെ ക്വസ്റ്റ്യൻ ചെയ്ത് ആരംഭിക്കുകയാണ്. നീ ഇവിടെ നാളെ വരുത്തുള്ളെന്ന് പറഞ്ഞല്ലേ പോയത്, പിന്നെന്തിനാണ് പെട്ടെന്ന് ഇങ്ങോട്ട് ഓടിപ്പിടിച്ചു വന്നത്? ഇത്യാദി ചോദ്യങ്ങളായി. അവസാനം ബബിതയോട് പറയുകയാണ്, ഇവിടുന്ന് ചോറും ചമ്മന്തിയും മാത്രമേ ഉള്ളൂ, എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ വറുത്ത മീൻ മേടിച്ചു കൊണ്ടുവരണം. അതുകൊണ്ട് ഹോട്ടലിൽ പോയിട്ട് അത് പാഴ്സൽ വാങ്ങി വരുവാൻ വേണ്ടി 150 രൂപ അലീനയുടെ കയ്യിൽ കൊടുത്തു വിടുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, കുറച്ച് ദൂരെയുള്ള ഹോട്ടലിൽ പോയി വാങ്ങിയാൽ മതി. അലീനയ്ക്ക് അപ്പോൾ തന്നെ കാര്യങ്ങൾ ഏകദേശം വ്യക്തമായി. അതുകൊണ്ട് തന്നെ അലീന മുഖം കഴുകുവാനെന്നുള്ള ഭാവന അടുക്കളയ്ക്കകത്തേക്ക് കയറിയിട്ട് അടുക്കളയുടെ വാതിലിൻ്റെ ബോൾട്ട് മെല്ലെ തുറന്നിട്ടു. അതിനുശേഷം അലീന ആ പണവുമായി പാഴ്സൽ വാങ്ങുവാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ പോകുന്ന വഴിയിൽ തൻ്റെ മനസ്സിൽ മടങ്ങിപ്പോകുവാൻ വേണ്ടി വളരെ ശക്തമായ പ്രേരണ. ഇതാരാണ്, എന്താണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കണം. അതിനുവേണ്ടി തന്നെയാണ് ഇന്ന് ദൈവം എന്നെ ഇവിടേക്ക് മടക്കി അയച്ചിരിക്കുന്നത്. ആ ഒരു ഉൾവിളിയോടുകൂടി അലീന വീണ്ടും മടങ്ങി വരികയാണ്. എന്നിട്ട് ശബ്ദമുണ്ടാക്കാതെ അടുക്കള വാതിൽ വഴി അകത്തേക്ക് കയറുകയും തുടർന്ന് ബബിതയുടെ റൂമിൻ്റെ വാതിൽക്കലെത്തുകയും ചെയ്യുന്നു. ആ സമയത്ത് അതിനകത്ത് അടക്കം പറച്ചിലുകൾ കേൾക്കുന്നുണ്ട്. ഒരു പുരുഷ ശബ്ദം അതിൽ നിന്നും പുറത്തേക്ക് വരുന്നു. അലീന പോയതിനു ശേഷം വളരെ സുരക്ഷിതമായിട്ട് അയാളെ പറഞ്ഞുവിടാം എന്നുള്ള ചിന്തയായിരുന്നു ബബിതയുടെ ഉള്ളിലുണ്ടായിരുന്നത്. എന്നാൽ അലീന അതിനെ പൊളിച്ചടുക്കിയിരിക്കുകയാണ്. ആ വാതിൽക്കലേക്ക് ചെന്ന അല്പനിമിഷത്തിന് ശേഷം അലീന കതകിൽ മുട്ടുവാൻ തുടങ്ങി. ഉടൻ തന്നെ അകത്തെ സംസാരങ്ങൾ നിന്നു. അല്പനിമിഷങ്ങൾക്ക് ശേഷമാണ് ബബിത മെല്ലെ എഴുന്നേറ്റ് വന്ന് കതക് തുറക്കുന്നത്. കതക് തുറന്നെങ്കിലും അല്പം മാത്രം ആ കതകിൻ്റെ പാളി തുറന്നിട്ടിട്ട് അതിനകത്തുകൂടി തല മാത്രമാണ് അവൾ പുറത്തേക്കിട്ടിരിക്കുന്നത്. ബബിതയ്ക്ക് കാര്യങ്ങൾ വ്യക്തമായി. അതിൻ്റെ പരിഭ്രമം അവളുടെ മുഖത്ത് നന്നായി കാണുന്നുണ്ട്. എന്നിട്ട് വല്ലാത്തൊരു ദേഷ്യത്തോടു കൂടി ബബിത അലീനയോട് ചോദിക്കുന്നുണ്ട്, ആഹാ, നീ ഭക്ഷണം മേടിക്കാൻ പോയിട്ട് ഇത്ര പെട്ടെന്ന് വന്നോ? ഇല്ല, ഞാൻ പോയില്ല. നീ എങ്ങനെയാണ് വീടിനകത്തേക്ക് കിടന്നത്? അതൊക്കെ ഞാൻ പിന്നീട് പറയാം. എന്തായാലും തൽക്കാലം നീ ആ വാതിൽ നന്നായിട്ട് അങ്ങോട്ട് തുറന്നേ. എന്തിനാ വാതിൽ തുറക്കുന്നത്? നീ ആരടി എന്നോട് കൽപ്പിക്കാൻ? ഇത് എൻ്റെ റൂമാണ്. ഓ, അതൊക്കെ ശരി തന്നെ, സമ്മതിച്ചു. പക്ഷേ ഈ റൂമിനകത്ത് വേറെ ആരാ ഉള്ളത്? വേറെ ആരോ ഉണ്ടെന്നോ? ഇവിടെ ആരാ ഉള്ളത്? ഞാൻ മാത്രമേ ഈ റൂമിനകത്തുള്ളൂ. ഓ, നീ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നിന്നും മറ്റൊരാളുടെ ശബ്ദം ഞാൻ കേട്ടല്ലോ. എടി, നിന്നോടല്ലേ പറഞ്ഞത് ഇതിനകത്ത് വേറെ ആരുമില്ലെന്ന്? നീ ആദ്യം പോയി ഞാൻ പറഞ്ഞ് ജോലി ചെയ്തിട്ട് വാ. ഇത് പറഞ്ഞുകൊണ്ട് ബബിത ആ ശരീരം കൊണ്ട് തന്നെ തുറന്ന ഭാഗം മറച്ച് അങ്ങനെ നിൽക്കുകയാണ്. അലീന അകത്തേക്ക് കയറുവാൻ ശ്രമം നടത്തുന്നുണ്ട്. ആ സമയത്ത് ബബിത പൊട്ടിത്തെറിച്ചുകൊണ്ട് തടയുകയാണ്. എൻ്റെ മുറിക്കകത്തേക്ക് കയറാൻ ശ്രമിക്കരുത്. അതിനുള്ള അധികാരം നിനക്ക് ആരും നൽകിയിട്ടില്ല. നീ ഇവിടുത്തെ ജോലിക്കാരി മാത്രമാണ്. അതുകൊണ്ട് ജോലിക്കാരിയുടെ നിലയിൽ നിന്നാൽ മാത്രം മതി, കേട്ടല്ലോ? അങ്ങോട്ട് മാറി നിൽക്കടി. ഇത് പറഞ്ഞുകൊണ്ട് അലീന ശക്തിയോടുകൂടി ആ കതക് തള്ളി തുറന്ന് മുറിക്കകത്തേക്ക് അങ്ങ് കയറുകയാണ്. പക്ഷെ ആ മുറിക്കകത്ത് ഒറ്റ നോട്ടത്തിൽ ആരെയും കാണുവാൻ കഴിഞ്ഞില്ല. അതിനകത്ത് അത്രയ്ക്ക് വെളിച്ചവും ഉണ്ടായിരുന്നില്ല. അലീന ചുവരിലെ സ്വിച്ച് ഓൺ ചെയ്തു. ലൈറ്റ് തെളിഞ്ഞപ്പോൾ അലമാരയ്ക്കപ്പുറത്ത് ഒരു നിഴൽ രൂപവും ചലനവും കാണുന്നുണ്ട്. ചുമരിനോട് പറ്റി ചേർന്ന് നിൽക്കുകയാണ് ഒരാൾ രൂപം. ആരാണത്? ഇങ്ങോട്ട് മാറി നിൽക്ക്. മിണ്ടുന്നില്ല, അനങ്ങുന്നില്ല. നിങ്ങളോടല്ലേ പറഞ്ഞത് ഇങ്ങോട്ട് നീങ്ങി നിൽക്കാൻ? ഈ സമയത്ത് കണ്ണട വെച്ചൊരു യുവാവ് അലമാരിയുടെ മറവിൽ നിന്നും അല്പം നീങ്ങി നിന്നു. ജീൻസും ടീഷർട്ടും ഇട്ട ഒരു യുവാവ്. ബബിതയേക്കാൾ കുറഞ്ഞത് 7-8 വയസ്സ് കൂടുതലുണ്ട് എന്ന് തോന്നുന്നു. എന്തായാലും സഹപാഠിയല്ല, വിദ്യാർത്ഥിയാണ് എന്ന് പോലും തോന്നുന്നില്ല. അലീന പെട്ടെന്ന് ശബ്ദമുയർത്തി അയാളോട് ചോദിക്കുകയാണ്, ആരാണ് നിങ്ങൾ? ഞാൻ ബബിതയുടെ ഫ്രണ്ടാണ്. ഫ്രണ്ടോ? എന്താണ് നിങ്ങളുടെ പേര്? കിഷോർ. ഓഹോ,
ഒരു വീട്ടിൽ മറ്റാരുമില്ലാത്തപ്പോൾ വന്ന് ഒരു പെൺകുട്ടിയോടൊപ്പം മുറിയിൽ കയറി വാതിലടച്ചിരിക്കുന്നത് അത് എവിടുത്തെ മര്യാദയാണ്? അത്രയും കേട്ടപ്പോഴേക്കും അയാൾ ധൈര്യം സംഭരിച്ച് തിരികെ പ്രതികരിക്കുകയാണ്. അല്ല, നീ ആരാണ് എന്നെ ചോദ്യം ചെയ്യാൻ? നീ ഇവിടുത്തെ ഒരു സെർവന്റ് മാത്രമല്ലേ? സെർവന്റ് മാത്രമല്ല, ഞാൻ ഇവിടുത്തെ കുട്ടികളുടെ ചേച്ചിയും കൂടിയാണ്. ചേട്ടൻ പെട്ടെന്ന് റൂമിൽ നിന്ന് പുറത്തോട്ടൊന്ന് ഇറങ്ങണം. അത് കേട്ടുകൊണ്ട് അയാൾ ബബിതയുടെ മുഖത്തേക്കൊന്ന് നോക്കി. ഈ സമയത്ത് അലീന മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. അവളുടെ പിന്നാലെ തന്നെ കിഷോറും പുറത്തേക്ക് വന്നു. അപ്പോൾ അലീന, നിങ്ങൾ ഹാളിലോ ഇരിപ്പുമുറിയിലോ സിറ്റ് ഔട്ടിലോ എവിടെ വേണമെങ്കിലും ഇരുന്ന് സംസാരിച്ചോളൂ. പക്ഷെ ഇങ്ങനെ മുറി അടച്ച് അകത്ത് കയറിയിരിക്കുന്നത് അത് ശരിയല്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അത് കേട്ടിട്ട് കിഷോർ ബബിതയെ നോക്കിയിട്ട് ഞാൻ പോകുന്നു ഇത് പറഞ്ഞിട്ട് എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ബബിത അലീനയെ തന്നെ തുറച്ചു നോക്കുകയാണ്. അവളുടെ കണ്ണുകളിൽ വൈരാഗ്യം തിളങ്ങി നിൽക്കുന്നുണ്ട്. അവൾക്ക് അലീനയെ ഇപ്പോൾ തന്നെ കൊന്നു തിന്നണം എന്നുള്ള വാശിയുണ്ട്. കത്തുന്ന കണ്ണുകളുമായിട്ടുള്ള അവളുടെ നോട്ടം കണ്ടുകൊണ്ട് അലീന ശാന്തമായി പറയുകയാണ്, എന്നോട് നീ ദേഷ്യമൊന്നും വിചാരിക്കണ്ട. നീ ചെയ്തത് ശരിയാണോ എന്ന് നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്നടി നീ പറയുന്നത്? എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ കാണാൻ വീട്ടിൽ വന്നതാണോ തെറ്റ്? വീട്ടിൽ ഫ്രണ്ട് വന്നതല്ല തെറ്റ്. പക്ഷെ വീട്ടിൽ ആരും ഇല്ലാത്തപ്പോൾ ഫ്രണ്ട് വരികയും തുടർന്ന് ബെഡ്റൂമിൽ കയറി കഥ കടയ്ക്കുകയും ചെയ്യുന്നത് ശരിയാണോ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. അത് ശരി, എടി കിഷോർ ഈ വീട്ടിൽ വന്നപ്പോൾ ഇവിടെ മറ്റാരും ഇല്ലാതെ പോയത് അത് എൻ്റെ കുറ്റമാണോ? ഞാൻ നിന്റെ തെറ്റ് ചൂണ്ടിക്കാട്ടിയപ്പോൾ നീ തർക്കുത്തരമാണോ പറയുന്നത്? കിഷോർ വന്ന് കയറിയപ്പോൾ മറ്റാരും ഈ വീട്ടിലില്ല എന്നിരിക്കട്ടെ, ഉടനെ അയാളെ വിളിച്ച് ബെഡ്റൂമിൽ കയറ്റുകയാണോ വേണ്ടത്? ഇരുന്ന് സംസാരിക്കാൻ ഈ വീട്ടിൽ ധാരാളം സ്ഥലമുണ്ടല്ലോ. ഞങ്ങളെ ഹാളിൽ ഇരുന്ന് തന്നെയാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. പക്ഷെ നീ വന്നപ്പോഴാണ് കിഷോർ പെട്ടെന്ന് ബെഡ്റൂമിലേക്ക് കയറിയത്. അതെന്തിനാണ് എന്നെ കണ്ടുകൊണ്ട് ബെഡ്റൂമിലേക്ക് കയറിയത്? നീ കാണണ്ട എന്ന് കരുതി തന്നെയാണ്. അത് ശരി, ഞാൻ കണ്ടാൽ എന്താ കുഴപ്പം? ഞാൻ ഇവിടേക്ക് വന്ന് കയറുമ്പോൾ നീയും കിഷോറും കൂടി ഹാളിനകത്തിരുന്ന് സംസാരിക്കുന്നത് കണ്ടാൽ എനിക്കൊന്നും തോന്നില്ലായിരുന്നു. അകത്ത് ഒരു അന്യപുരുഷനുള്ളപ്പോൾ എന്തിനാണ് വാതിലടച്ച് കുറ്റിയിട്ടത്? എന്തിനാണ് ഞാൻ കാണാതെ ബെഡ്റൂമിൽ കയറ്റി ഒളിപ്പിച്ചത്? എന്തിനാണ് എന്നെ ഫിഷ് ഫ്രൈ വാങ്ങിക്കുവാൻ എന്നും പറഞ്ഞുകൊണ്ട് പൈസ തന്ന് ഇവിടുന്ന് ഒഴിവാക്കിയത്? അത് നീ കാണാതെ കിഷോറിനെ പറഞ്ഞയക്കാൻ തന്നെയായിരുന്നു. അത് ശരി, അപ്പോൾ ഇതിലെല്ലാം ഒരു കള്ളത്തരമുണ്ട് മോളെ. അതായത് വീട്ടിൽ ആരുമില്ലാത്ത സമയം നോക്കി കിഷോറിനെ ഇവിടെ വിളിച്ചു വരുത്തി. എന്നിട്ട് ക്ലാസ് കട്ട് ചെയ്ത് നീയും ഇവിടെ ഇരുന്നു. പക്ഷെ ഓർക്കാപ്പുറത്ത് ഞാൻ കയറി വരുമെന്ന് നിങ്ങൾ വിചാരിച്ചില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കാണാതെ ഒളിപ്പിക്കാൻ നോക്കി. ഇതൊക്കെ നിന്റെ അച്ഛൻ അറിഞ്ഞാലത്തെ അവസ്ഥ അത് നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നീ എന്താടി എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നോക്കുകയാണോ? അങ്ങനെ പേടിപ്പിച്ചാൽ പേടിക്കുന്നവളൊന്നും അല്ല ഈ ബബിത. കുഞ്ഞെ, ഞാൻ എന്തിനാണ് നിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്? നിന്റെ കയ്യിൽ നിന്ന് എനിക്ക് ഒന്നും വേണ്ട. പിന്നെ നീ കരുതുന്നത് പോലെ എനിക്ക് നിന്നോടൊരു വിരോധവുമില്ല. നിന്നെ ഞാൻ എൻ്റെ അനുജത്തിയായി കണ്ട് സ്നേഹിച്ചിട്ടേ ഉള്ളൂ ഇതുവരെ. ഒരു കേടും വരാതെ ഒരാപത്തിലും പെടാതെ എൻ്റെ അനുജത്തി സുഖമായിട്ടും സന്തോഷമായിട്ടും കഴിയണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. ഞാനിപ്പോൾ ഇതിലിടപെട്ടതും നിന്റെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ്. നിന്നോട് എനിക്ക് ശത്രുതയുണ്ടായിരുന്നുവെങ്കിൽ നിന്റെ ജീവിതം എവിടെയെങ്കിലും കൊണ്ടുപോയി തുലച്ചു കളയട്ടെ എന്ന് കരുതി കണ്ണടച്ചു പോയാൽ മതിയായിരുന്നു. നീ ഒന്ന് ചിന്തിച്ചു നോക്ക്, തെറ്റാണോ ശരിയാണോ നീ ചെയ്തത്? ഞാൻ നിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുമെന്നുള്ള തെറ്റിദ്ധാരണ അതൊന്നും വേണ്ട. നീ വിഷമിക്കണ്ട, ഞാൻ ഈ കാര്യമൊന്നും അച്ഛനോട് മിണ്ടാനും പോകുന്നില്ല. എന്തിനാടി നീ മിണ്ടാതിരിക്കുന്നത്? നിന്റെ ഔദാര്യമൊന്നും എനിക്ക് വേണ്ട. നീ അങ്ങ് പറഞ്ഞു കൊടുക്ക്. അച്ഛനെന്താ എന്നെ തൂക്കിക്കൊല്ലുവോ? അച്ഛനെ മയക്കിയെടുത്തവളല്ലേടി നീ. നീ എന്നിട്ട് എന്നെ ഗുണദോഷിക്കാൻ വന്നിരിക്കുന്നു. അച്ഛനും നീയും തമ്മിലുള്ള കള്ളക്കളിയൊന്നും ഇവിടെ ആരും അറിയുന്നില്ലെന്നായിരിക്കും നിന്റെ വിചാരം. പൂച്ച കണ്ണടച്ചേ പാല് കുടിക്കുകയുള്ളല്ലോ. ഇത്രയും കേട്ടപ്പോഴേക്കും അലീന പൊട്ടിത്തെറിക്കുകയാണ്. ബബിതേ, നീ എന്തറിഞ്ഞുകൊണ്ടാണ് ഈ സംസാരിക്കുന്നത്? എന്നെ എന്തു വേണമെങ്കിലും പറഞ്ഞു, പക്ഷേ അച്ഛനെ പറ്റി ഒരക്ഷരം നീ ഇങ്ങനെ സംസാരിക്കരുത്. ദൈവശാപം കിട്ടും. അച്ഛനും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിനക്കറിയില്ല. പക്ഷെ എന്നെങ്കിലും ഒരിക്കൽ ദൈവം നിനക്കത് കാണിച്ചു തരും. അന്ന് ഈ പറഞ്ഞ വാക്കുകളൊന്നും നിനക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. ഇത്രയും പറഞ്ഞിട്ട് ഒരു തേങ്ങലോടുകൂടി അലീന പിന്തിരിഞ്ഞ് തൻ്റെ മുറിയിലേക്ക് അങ്ങ് പോയി. തുടർന്ന് കാണിക്കുന്നത് ബാലചന്ദ്രമേനോൻ വീട്ടിലേക്ക് മടങ്ങി വരുന്ന കാഴ്ചയാണ്. താൻ തൻ്റെ കാർ പോർച്ചിലേക്ക് കാർ കയറ്റി നിർത്തിയിട്ട് കാറിൻ്റെ ബാക്ക് സീറ്റിൽ നിന്ന് 2 പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ എടുത്തു. അതിൽ നിറയെ ഫ്രൂട്ട്സും ബ്രെഡും അങ്ങനെ മറ്റു പല കാര്യങ്ങളുമാണ്. അയാൾ അതുമായി സിറ്റ് ഔട്ടിലേക്ക് കയറുമ്പോഴേക്കും അലീന അവിടേക്ക് ഇറങ്ങി വന്നു. അലീനയെ കണ്ടുകൊണ്ട് ബാലചന്ദ്രമേനോൻ അതിശയത്തോടുകൂടി അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അച്ഛനെ പറ്റിച്ചേ എന്നുള്ള രീതിയിലുള്ള ഒരു കുസൃതി പുഞ്ചിരിയുമായിട്ട് അയാളുടെ മുഖത്തേക്ക് തന്നെ അവൾ നോക്കി നിൽക്കുകയാണ്. ശാന്തശീതളമായ ചന്ദ്രരശ്മികൾ പോലെ ഒരാനന്ദം അയാളുടെ ഹൃദയത്തെ പൊതിഞ്ഞു. അയാൾ ചോദിക്കുകയാണ്, ഇന്ന് വരില്ല എന്ന് പറഞ്ഞിട്ട്? അയ്യോ, ഞാൻ പറഞ്ഞില്ലല്ലോ അച്ഛാ ഇന്ന് വരില്ലെന്ന്. രേവതിക്കുട്ടി ഒരു ദിവസത്തെ ജാമ്യം കൂടി എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. എനിക്കറിയില്ലേ അച്ഛൻ സന്തോഷത്തോടെ അല്ല അത് സമ്മതിച്ചതെന്ന്. അത് ശരി, അതോ ഇനി അവിടുത്തെ അങ്കിളും ആൻറ്റിയും കൂടി ഓടിച്ചു വിട്ടതാണോ ഇങ്ങോട്ട്? പോകണ്ടെന്നൊക്കെ അവർ പറഞ്ഞതാണ്. പക്ഷേ ഞാൻ അച്ഛൻ്റെ അടുത്തൊരു വാക്ക് പറഞ്ഞിട്ടല്ലേ പോയത്. അത് ഞാൻ തെറ്റിച്ചാൽ അച്ഛൻ എന്നോട് വിശ്വാസക്കുറവ് തോന്നും. ഓ അങ്ങനെയാണോ? എന്തായാലും നീ നേരത്തെ എത്തിയതിൽ ഒരുപാട് സന്തോഷം. എന്നാ ഇതങ്ങോട്ട് പിടിക്ക് എന്ന് പറഞ്ഞ് കയ്യിലുണ്ടായിരുന്ന പാക്കറ്റുകളൊക്കെ അലീനയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. അലീന ഇത് വാങ്ങിയിട്ട് ചോദിക്കുന്നുണ്ട്, മാഡത്തിനിപ്പോൾ എങ്ങനെയുണ്ടച്ചാ?
മോളെ, നിന്റെ ഈ മാഡം വിളി ഉണ്ടല്ലോ, അത് ഭയങ്കര ബോറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അയ്യോ, ഞാൻ അങ്ങനെയല്ലേ വിളിക്കാൻ പാടുള്ളൂ. ആ, അതും ശരി തന്നെയാണ്. അവൾ ഹോസ്പിറ്റലിൽ തന്നെയാണ്. അവൾക്കിപ്പോൾ ചാരി ഇരിക്കാം എന്നതുവരെ ആയിട്ടുണ്ട്. നിനക്ക് കാണണോ ഒന്നുകൂടെ? ഞങ്ങൾ ഒന്ന് കണ്ടിട്ടാണ് പോയത്, എന്നാലും ഒന്നുകൂടെ കാണണമെന്നുണ്ട്. അന്ന് എന്നോട് കുറേ ദേഷ്യപ്പെട്ടു. ആ, ഇനി പോയാലും അതുപോലെ കുറച്ച് ദേഷ്യം പിടിപ്പിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലച്ചാ, കൂടെ കൂടെ കണ്ട് കണ്ട് എന്നോടുള്ള ദേഷ്യം കുറേശ്ശെയായി മാറിയെങ്കിലോ? ആ, അങ്ങനെയാണെങ്കിൽ കൃഷ്ണമോളെ കൂടെ വിളിക്കേ. അവൾ ഇന്നലെയും പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന്. രാത്രി 8:30 വരെ മാത്രമേ ഉള്ളൂ സന്ദർശനത്തിനുള്ള സമയം. അതിനു മുൻപ് അകത്ത് കയറണം. അലീന പെട്ടെന്ന് ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ 5:30 ആയിട്ടേ ഉള്ളൂ. സ്കൂളിൽ നിന്ന് വന്ന ഉടനെ അലീന കൊടുത്ത കാപ്പിയും പലഹാരവും ഒക്കെ കഴിച്ചിട്ട് ഹോംവർക്ക് ചെയ്യാനിരിക്കുകയായിരുന്നു കൃഷ്ണജ. രോഹിത് 4 മണിക്ക് തന്നെ വന്നിട്ടുണ്ട്. അവൻ്റെ മുറിയിൽ കയറി കഥ കടച്ചതാണ്, പിന്നെ കണ്ടിട്ടേ ഇല്ല. ബബിതയാണെങ്കിൽ വരാന്തയ്ക്ക് ചുറ്റും അങ്ങനെ മൊബൈലിൽ സംസാരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അലീനയ്ക്കാണെങ്കിൽ ഉച്ചതിരിഞ്ഞ് നടു നിവർക്കുവാൻ പോലും സമയം കിട്ടിയിട്ടില്ല. 2 ദിവസം അവൾ മാറി നിന്നപ്പോഴേക്കും ആ വീട് മുഴുവനും അലങ്കോലപ്പെട്ട് കഴിഞ്ഞിരുന്നു. അവൾ പോയ ശേഷം ആരും അവിടെ തൂത്തുവാരിയിട്ടില്ല, മുറ്റമടിച്ചിട്ടില്ല, ഉപയോഗിച്ച പാത്രങ്ങളും ഗ്ലാസുകളും കഴുകിയിട്ടില്ല, വസ്ത്രങ്ങൾ അലക്കിയിട്ടില്ല. അലീന തുടർന്ന് രോഹിത്തിന്റെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട് തൂത്തു തുടയ്ക്കുവാൻ വേണ്ടി. അപ്പോഴേക്കും അവൻ താഴേക്ക് ഇറങ്ങിപ്പോന്നു. സന്ധ്യയോടെ അലീന ജോലികളൊക്കെ ഒതുക്കിയിട്ട് കൃഷ്ണജയോട് ഹോസ്പിറ്റലിലേക്ക് പോകുവാൻ റെഡിയായി നിൽക്കുവാൻ പറഞ്ഞിട്ട് അവൾ കുളിക്കുവാൻ കയറി. കൃഷ്ണജ ഡ്രസ്സ് മാറി പോകുവാൻ ഒരുങ്ങി. ബാലചന്ദ്ര മേനോനെ അവൾ മുകളിൽ ചെന്ന് വിളിച്ചു. രണ്ടുപേരും സിറ്റൗട്ടിൽ വന്നു. അലീന കൂടി വരുവാൻ കാത്തു നിന്നു. പക്ഷെ 7 മണി കഴിഞ്ഞിട്ടും അലീനയെ കാണുന്നില്ല. അപ്പോൾ ബാലചന്ദ്ര മേനോൻ കൃഷ്ണജയോട്, സമയം പോവാണ്, നീ പോയിട്ട് അവളെ വിളിച്ചുകൊണ്ട് വാ. അകത്തേക്ക് പോയ കൃഷ്ണജ പെട്ടെന്ന് തിരിച്ചു വന്നു. എന്നിട്ട് പറയുകയാണ്, അലീന ചേച്ചിക്ക് ഡ്രസ്സില്ലച്ച മാറി കൊടുക്കുവാൻ. അത് കേട്ടുകൊണ്ട് അമ്പരപ്പോടെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഡ്രസ്സില്ലെന്നോ? അവളുടെ ഡ്രസ്സൊക്കെ പിന്നെ എവിടെ പോയി? അച്ഛൻ ഇങ്ങോട്ട് വന്നേ, ഒരു കാഴ്ച കാണിച്ചു തരാം. ഇത് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കൃഷ്ണജ അലീനയുടെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ കണ്ട ആദ്യത്തെ കാഴ്ച, അലീന കണ്ണുനീരോടെ ചുവരും ചാരി നിൽക്കുകയാണ്. അവളുടെ മുൻപിൽ മേശപ്പുറത്ത് തുറന്നു വെച്ച ബാഗും ബാലചന്ദ്ര മേനോൻ വാങ്ങിക്കൊടുത്ത സൂട്ട് കേസും അതിനുള്ളിൽ അലീനയുടെ വസ്ത്രങ്ങളും. ബാലചന്ദ്രൻ ഒരമ്പരപ്പോടെ അലീനയോട് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി മോളെ? അച്ഛാ, അച്ഛനത് കണ്ടോ? കൃഷ്ണജ ബാഗിലും സൂട്ട് കേസിലും ഉണ്ടായിരുന്ന വസ്ത്രങ്ങൾ എടുത്ത് നിവർത്തി കാണിച്ചു. കത്രിക കൊണ്ട് നെടുകയും കുറുകയും കട്ട് ചെയ്തു വെച്ചിരിക്കുകയാണ് ഓരോ വസ്ത്രവും. ചുരിദാറും പാവാടയും ബ്ലൗസും ബ്രേസിയറും പാൻറ്റീസും അങ്ങനെ ഒന്നും തന്നെ വെറുതെ വിട്ടിട്ടില്ല. അവ ഓരോരോ കഷ്ണങ്ങളായിട്ട് കൃഷ്ണജ എടുത്ത് കട്ടിലേക്ക് ഇട്ടു. ഹാബ് സാരികളെല്ലാം തലങ്ങും വിലങ്ങും വെട്ടി നശിപ്പിച്ച് നാമാവിശേഷമാക്കി വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് അന്തം വിട്ട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഇതാരാ ചെയ്തത് മോളെ? അച്ഛാ, എനിക്കറിയില്ല. എത്ര രൂപയുടെ ഡ്രസ്സായിരുന്നു വെറുതെ ആർക്കും ഇല്ലാതാക്കി കളഞ്ഞത്. ഇനിയിപ്പോൾ ഇത് ആർക്കും കൊടുക്കാൻ പോലും കൊള്ളില്ലല്ലോ. അലീനയ്ക്ക് അതാണ് ദുഃഖം. അല്പം പിഞ്ചു കീറിയാലോ തുന്നൽ വിട്ടുപോയാലോ നിറം മങ്ങിയാലോ ഒരിക്കലും ഡ്രസ്സുകൾക്ക് ഉപയോഗമില്ലാതെ വരുന്നില്ല. പാവപ്പെട്ടവരും അനാഥരും പഴയ ഡ്രസ്സുകൾക്ക് വേണ്ടി യാചിച്ചു വരാറുണ്ട്. സ്നേഹനികേതനിലായിരുന്നപ്പോൾ അലീനയും രേവതിക്കുട്ടിയും കൂടി പഴയ ഡ്രസ്സുകൾക്ക് വേണ്ടി വീട് വീടാന്തരം കയറിയിറങ്ങിയിട്ടുണ്ട്. സ്നേഹനികേതനിലെ അന്തേവാസികൾക്ക് ധരിക്കാനുള്ള വസ്ത്രങ്ങൾ ശേഖരിക്കേണ്ട ചുമതല അലീനയ്ക്കായിരുന്നു. ഈ കാഴ്ചകളെല്ലാം കൂടി കണ്ടിട്ട് ബാലചന്ദ്ര മേനോന്റെ മുഖത്ത് കോപം ഇരച്ചു കയറിയിരിക്കുകയാണ്. അയാൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഇതാരാണ് ചെയ്തതെന്നാണ് ഞാൻ ചോദിച്ചത്. തൻ്റെ മക്കളിൽ ആരെങ്കിലും ആയിരിക്കും ഇതൊക്കെ കാട്ടിക്കൂട്ടിയതെന്ന് അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അയാൾ ശബ്ദമുയർത്തി വിളിക്കുകയാണ്, രോഹിത്തെ, ബബിതേ. പ്രതികരണങ്ങളൊന്നും തന്നെയില്ല. തുടർന്ന് അയാൾ കൃഷ്ണജയുടെ മുഖത്ത് നോക്കിക്കൊണ്ട്, കൃഷ്ണേ, പോയി രണ്ടുപേരെയും പെട്ടെന്ന് വിളിച്ചുകൊണ്ട് വന്നേ. ഇത് കേട്ടുകൊണ്ട് കൃഷ്ണജ അവരെ വിളിക്കുവാൻ വേണ്ടി പോയി. ബാലചന്ദ്രമേനോന്റെ മുഖം മുറുകുന്നതും ചെന്നിയിലെ ഞരമ്പ് പിടയുന്നതും കണ്ടിട്ട് അലീനയ്ക്ക് വല്ലാത്ത ഭയമായി. കഠിനമായ കോപം വരുമ്പോഴാണ് ഇങ്ങനെ അച്ഛന് സംഭവിക്കാറുള്ളത്. അവൾ ബാലചന്ദ്രമേനോന്റെ കൈത്തലം പിടിച്ചിട്ട് ദയനീയമായിട്ട് അയാളെ നോക്കി, അച്ഛാ, ദേഷ്യപ്പെടല്ലേ, എനിക്ക് ആരോടും ദേഷ്യമില്ല. പക്ഷെ ബാലചന്ദ്രൻ അവളുടെ കൈ തട്ടി മാറ്റി. ബബിതയ്ക്ക് അടി കിട്ടിയേക്കുമെന്ന് അലീനയ്ക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. ബബിതയാണ് അത് ചെയ്തതെന്ന് അലീനയ്ക്ക് തീർച്ചയുണ്ടായിരുന്നു. വീണ്ടും അലീന, അച്ഛാ, പ്ലീസ് സമാധാനമായിട്ട് സംസാരിക്കണേ, ദൈവത്തെ ഓർത്ത് ആരെയും വഴക്കു പറയല്ലേ അച്ഛാ. ബാലചന്ദ്രൻ അവളുടെ കൈ കുതറിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും അലീന വിട്ടില്ല. പക്ഷേ പതുക്കെ പതുക്കെ അയാൾ അടങ്ങി. കൃഷ്ണജ രോഹിത്തിനെയും ബബിതയെയും വിളിച്ചുകൊണ്ടുവന്നു. കത്രിക കൊണ്ട് വെട്ടി നാശമാക്കിയ വസ്ത്രങ്ങൾ എടുത്തുയർത്തി പിടിച്ചുകൊണ്ട് ബാലചന്ദ്രമേനോൻ ചോദിക്കുന്നുണ്ട്, ആരാണ് ഇതിങ്ങനെയൊക്കെ ചെയ്തത്? രോഹിത്തും ബബിതയും പരസ്പരം നോക്കി. രണ്ടുപേരും മിണ്ടുന്നില്ല. എന്തായാലും ഈ വീട്ടിൽ കുട്ടിച്ചാത്തനുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. നിങ്ങൾ 2 പേരിൽ ഒരാളാണ് ഇതിങ്ങനെ വെട്ടി നശിപ്പിച്ചത്. രോഹിത്തെ, നീയാണോ? രോഹിത്ത് നിഷേധ രൂപേണ തല വെട്ടിച്ചുകൊണ്ട് പറഞ്ഞു, ഏയ്, ഞാനൊന്നുമല്ല. ബാലചന്ദ്രമേനോൻ ബബിതയുടെ മുഖത്തേക്ക് നോക്കി, നീയാണോടി ഇത് ചെയ്തത്? അവളുടെ കൂർത്ത നോട്ടം അലീനയ്ക്ക് മേൽ വീണു. തുടർന്ന് ഒരു കൂസലുമില്ലാതെ അവൾ പറഞ്ഞു, അതെ, ഞാൻ തന്നെയാണത് ചെയ്തത്. എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? മറുപടിയില്ല. നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ, നീ എന്തിനാണ് ഇത് ചെയ്തതെന്ന്? അയാളുടെ കവിൾത്തടം വിറയ്ക്കുവാൻ തുടങ്ങി കോപം കൊണ്ട്. അത് കണ്ടിട്ട് ധൈര്യത്തോടു കൂടി ബബിത അലീനയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, ഇവൾ ഈ വീട്ടിൽ താമസിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട്.
ഇവളെ ഇതുപോലെ കഷ്ണം കഷ്ണമാക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇത് പറയുമ്പോൾ ഒരു റിബലിൻ്റെതായിട്ടുള്ള എല്ലാ നിഷേധഭാവവും അവളുടെ മുഖത്ത് പ്രകടമായിരുന്നു. എങ്കിലും അലീനയുടെ വാക്ക് കേട്ടുകൊണ്ട് ബാലചന്ദ്രമേനോൻ തൻ്റെ ഉള്ളിൽ പതഞ്ഞു പൊങ്ങിയ ആ രോഷം മുഴുവനും അടക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അയാൾ ചോദിക്കുന്നുണ്ട്, അലീന നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത്? എനിക്ക് അവളെ കണ്ടൂടാ. എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ അച്ഛൻ എന്തിനാണ് ഈ വീട്ടിൽ താമസിപ്പിക്കുന്നത്? ഇത് എൻ്റെ വീടാണോ അതോ അവളുടെ വീടാണോ? അച്ഛൻ്റെ മോളായ ഞാനാണോ അച്ഛന് വലുത്, അതോ വേലക്കാരിയായി വന്ന ഇവളാണോ? എനിക്ക് മാത്രമല്ല ഇവളെ വെറുപ്പ്, എൻ്റെ അമ്മയ്ക്കും വെറുപ്പാണ്, രോഹിത്തേട്ടനും വെറുപ്പാണ്. എന്നിട്ടും അച്ഛൻ എന്തിനാണ് ഇവളെ ഈ വീട്ടിൽ താമസിപ്പിക്കുന്നത്? അപ്പോൾ ബാലചന്ദ്രമേനോൻ, ഈ കുടുംബത്തിന് ഇവളെ കൊണ്ട് ആവശ്യമുള്ളത് കൊണ്ട്. എനിക്കും രോഹിത്തേട്ടനും ഇവളെ കൊണ്ട് ആവശ്യമില്ല. ഞങ്ങളുടെ അമ്മയ്ക്ക് ഒട്ടും തന്നെ ആവശ്യമില്ല. പിന്നെ ആർക്കാണ് ആവശ്യം? അച്ഛനോ? അതെ, എനിക്ക് തന്നെയാണ് ആവശ്യം. അത് ശരി, അച്ഛൻ എന്താണ് ഇവളെ കൊണ്ട് ആവശ്യം? അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ്. ഞങ്ങളിനി ഇവളെ ചെറിയമ്മയെന്ന് വിളിക്കേണ്ടി വരുമോ? അത്രയും പറഞ്ഞു തീർക്കുന്നതിന് മുൻപ് തന്നെ ബാലചന്ദ്രമേനോന്റെ 5 വിരലുകളും ബബിതയുടെ കവിളിൽ പതിഞ്ഞു. അയാളൊരു വല്ലാത്ത കിതപ്പോടുകൂടി പറയുകയാണ്, ഇനി ഒരക്ഷരം മിണ്ടിയേക്കരുത് നീ, വൃത്തികെട്ടവളെ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ബാലചന്ദ്രമേനോന്റെ മറ്റൊരു ഭാവം കണ്ടതോടുകൂടി കൃഷ്ണജയും രോഹിത്തും പകച്ചു നിൽക്കുകയാണ്. എന്നാൽ അടികിട്ടിയ കവിൾത്തടം ഒന്ന് തൊടുക പോലും ചെയ്യാതെ ബബിത വീറോടും പകയോടും കൂടി പറയുകയാണ്, എന്താ ഒന്നുകൊണ്ടങ്ങ് നിർത്തിക്കളഞ്ഞത്? ഇനി അടിക്കരുതായിരുന്നോ? നിങ്ങൾ എത്ര തല്ലിയാലും ഞാൻ ഇനിയും ഇത് തന്നെ ചെയ്തുകൊണ്ടേയിരിക്കും. ഇല്ലെങ്കിൽ അച്ഛൻ എന്നെ കൊല്ലണം. ആ സമയത്തൊരു ഭയാനകമായ നിശബ്ദതയാണ് പിന്നീട് അവിടെ വെളിപ്പെട്ടത്. ബാലചന്ദ്രമേനോൻ നിസ്സഹായതയോടെ നിമിഷങ്ങളോളം അങ്ങനെ അനങ്ങാതെ നിന്നു. പിന്നെ അയാൾ ആരെയും നോക്കാതെ മുറി വിട്ടുപോയി. അയാൾ പോയി കഴിഞ്ഞപ്പോൾ ബബിത അലീനയുടെ നേർക്ക് തട്ടിക്കയറുകയാണ്. അച്ഛനെയും മക്കളെയും തമ്മിൽ ശത്രുക്കളാക്കി ഇവിടെ പിടിച്ചടക്കാനാണല്ലേ നിന്റെ ഉദ്ദേശം? അത് തന്നെ നടക്കട്ടെ. ഇത് പറഞ്ഞിട്ട് വെട്ടിത്തിരിഞ്ഞ് അവളും മുറിവിട്ടിറങ്ങിപ്പോയി. അവളുടെ പിന്നാലെ രോഹിത്തും ഇറങ്ങി. കൃഷ്ണജയാണെങ്കിൽ നശിപ്പിക്കപ്പെട്ട വസ്ത്രങ്ങളിലേക്കും അലീനയുടെ മുഖത്തേക്ക് മാറി മാറി നോക്കി. തുടർന്ന് കഷ്ടം എന്ന് പറഞ്ഞ് ആ കട്ടിലിൽ അവൾ അങ്ങനെ പകച്ചിരിക്കുകയാണ്. അലീനയ്ക്കാണെങ്കിൽ കണ്ണിൽ വെളിച്ചമേ ഇല്ല. ഒരു സമുദ്രം പോലെ കണ്ണുനീർ മുഴുവൻ കണ്ണിൽ വന്ന് നിറഞ്ഞു നിൽക്കുകയാണ്. തുടർന്ന് അവൾ കട്ടിലിലേക്കിരുന്ന് കാൽമുട്ടുകളിലേക്ക് മുഖമണച്ചു. എപ്പോഴോ കൃഷ്ണജയും ആ മുറി വിട്ടിറങ്ങിപ്പോയി. കുറെ കഴിഞ്ഞ് ബാലചന്ദ്രമേനോൻ മുറിയിലേക്ക് വന്ന് വിളിച്ചു, അലീന. അത് കേട്ടുകൊണ്ട് അവൾ ഞെട്ടി എഴുന്നേറ്റു. നീ മുഖം കഴുകിയിട്ട് വാ, നമുക്ക് പുറത്തേക്കൊന്ന് പോകാം. എവിടേക്കാണച്ചാ? നീ വരാനല്ലേ പറഞ്ഞത്? അതൊക്കെ ഞാൻ പിന്നെ പറയാം. വീട്ടിൽ നിന്നും ഇറങ്ങുവാൻ നേരം ബാലചന്ദ്രമേനോൻ കൃഷ്ണജയോട് പറഞ്ഞു, ഹോസ്പിറ്റലിൽ നമുക്ക് നാളെ പോകാം, ഇന്ന് സമയം പോയി. കൃഷ്ണജ അനുകൂല ഭാവത്തിൽ തലയാട്ടി. കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബാലചന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട്, നീ അതൊന്നും കാര്യമാക്കണ്ട. ബബിത പറഞ്ഞതും ചെയ്തതും അവളുടെ അറിവില്ലായ്മ കൊണ്ടാണെന്ന് മാത്രം വിചാരിച്ചാൽ മതി. അപ്പോൾ അലീന, അത് ഞാൻ അങ്ങനെ തന്നെ വിചാരിച്ചോളാം. പക്ഷേ അച്ഛൻ ചെയ്തതോ? അലീനയുടെ സ്വരത്തിൽ കുറ്റപ്പെടുത്തലിൻ്റെ ധ്വനി ഉണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്തതാണ് നീ പറയുന്നത്? അവൾ അരുതാത്തത് പറഞ്ഞപ്പോൾ ഞാൻ അടിച്ചു. അതിനുള്ള അധികാരം എനിക്കില്ലേ? അച്ഛൻ അവളെ പ്രകോപിപ്പിച്ചില്ലേ? ആരാണ് ഡ്രസ്സ് നശിപ്പിച്ചതെന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ വെല്ലുവിളിക്കുന്നത് പോലെയല്ലേ അവൾ പറഞ്ഞത് ഞാനാണത് ചെയ്തതെന്ന്? ഞാനത് ശ്രദ്ധിച്ചു. എന്നിട്ടും അച്ഛൻ അവളോട് വഴക്കിന് പോയി. അതുകൊണ്ട് അച്ഛൻ്റെ ദേഷ്യം തീർന്നോ? അവൾക്ക് എന്തെങ്കിലും മെസ്സേജ് കിട്ടിയോ? പിന്നെ ഞാൻ എന്തു ചെയ്യണമായിരുന്നു മോളെ? അവളുടെ അച്ഛനല്ലേ ഞാൻ. എനിക്ക് പരിമിതികളില്ലേ? അച്ഛൻ എന്തുകൊണ്ട് അവരോട് സംസാരിക്കാത്തത്? വഴക്ക് പറയുകയും ശിക്ഷിക്കുകയും മാത്രം ചെയ്താൽ മതിയോ? അത് എന്തിനാണെന്നും എന്തുകൊണ്ടാണെന്നും അവരറിയണ്ടേ? അച്ഛൻ അവളെ വിളിച്ചിട്ട്, എന്നാലും നീ ഇത് ചെയ്തല്ല മോളെ. നിന്നിൽ നിന്നും ഞാൻ ഇങ്ങനൊരു പ്രവൃത്തി പ്രതീക്ഷിച്ചതേയില്ല. എൻ്റെ മക്കളെക്കുറിച്ച് എനിക്ക് അഭിമാനമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് സങ്കടത്തോടെ പറഞ്ഞിരുന്നെങ്കിൽ ബബിത ഒരിക്കലും അച്ഛൻ്റെ നേർക്ക് വെല്ലുവിളിക്കില്ലായിരുന്നു. തനിയെ ഇരുന്ന് ആലോചിക്കുമ്പോൾ സ്വന്തം പ്രവൃത്തിയിൽ അവൾക്ക് പശ്ചാത്താപവും തോന്നിയേനെ. മോളെ, മക്കൾ കുറ്റം ചെയ്യുമ്പോൾ അച്ഛനമ്മമാർക്ക് കോപം വരും. അപ്പോൾ അവർ ശിക്ഷിക്കും. അതാണ് കീഴ്വഴക്കം. ശരി, സമ്മതിച്ചച്ച. എന്നിട്ട് അച്ഛൻ എന്ത് നേടി? അച്ഛൻ ആശ്വാസം കിട്ടിയോ? ചെയ്തത് തെറ്റായിപ്പോയി എന്ന് ബബിതയ്ക്ക് തോന്നിയോ? അവളുടെ നിലപാടിൽ അവൾ ഒന്നുകൂടി ഉറച്ചു നിന്നു. അവളെ കൊന്നാലും ശരി, ആ നിലപാട് മാറ്റുകയില്ല എന്ന് പറഞ്ഞ് അവൾ ചെറുത്തു. അച്ഛൻ അവളെ കൈകൊണ്ട് അടിച്ചപ്പോൾ അവൾ അച്ഛനെ വാക്കുകൊണ്ട് തിരിച്ചടിച്ചു. അച്ഛനല്ലേ മുറിവ് പറ്റിയത്? അച്ഛനല്ലേ തോറ്റുപോയത്? ഇത് മുൻപിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ആദ്യം തന്നെ ഞാൻ അച്ഛനോട് അരുത് എന്ന് പറഞ്ഞത്. ഇതൊക്കെ കേട്ടിട്ട് മറുപടി ഒന്നും പറയാതെ ബാലചന്ദ്രമേനോൻ ശാന്തമായി ഡ്രൈവ് ചെയ്യുകയാണ്. അലീന വീണ്ടും പറയുകയാണ്, അച്ഛൻ അവളോട് സംസാരിക്കണം. അവളുടെ പ്രശ്നം എന്താണെന്ന് സൗമ്യമായിട്ട് ചോദിച്ചു മനസ്സിലാക്കണം. അതിന് ബാലചന്ദ്രമേനോൻ, ഞാൻ എന്തെങ്കിലും അവളോട് ചോദിച്ചാൽ അവൾ മിണ്ടാതെ നിൽക്കും. എനിക്ക് പിന്നെ ഒന്നും പറയാനില്ലാതെയുമാകും. അച്ഛൻ എന്നോട് സംസാരിക്കുന്നില്ലേ? എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട്. മോളെ, നിന്നോട് സംസാരിക്കാൻ എളുപ്പമാണ്. നീ ഒന്നും ഒളിച്ചു വെക്കുന്നില്ല. നിനക്കാരോടും വിദ്വേഷവുമില്ല. എല്ലാ കാര്യങ്ങളും നീ തുറന്നു പറയും. എന്തുകൊണ്ടാണ് ഞാൻ തുറന്നു പറയുന്നത്? അച്ഛനെ എനിക്ക് വിശ്വാസമായതുകൊണ്ടാണ്. ആ വിശ്വാസം എന്തുകൊണ്ടാണ് ബബിതയ്ക്ക് ഇല്ലാതെ പോയത്? എത്ര വലിയ വിഷമം വന്നാലും അച്ഛനെ ആശ്രയിക്കണമെന്നും
അച്ഛൻ അവളെ ആശ്വസിപ്പിക്കുമെന്നും അവളെ ബോധ്യപ്പെടുത്തണമായിരുന്നു. ഒരു മകൾക്ക് ഈ ലോകത്തിൽ അച്ഛനെ പോലെ വിശ്വസിക്കാവുന്ന വേറെ ഏത് പുരുഷനാണുള്ളത്? അച്ഛൻ്റെ മോളല്ലേ അവൾ. അച്ഛൻ്റെ ഭാഗത്തു നിന്ന് വഴക്കും അടിയുമാണ് കിട്ടുന്നതെങ്കിൽ അവൾ ആശ്വാസം തേടി മറ്റെവിടേക്കെങ്കിലുമൊക്കെ പോകും. അലീനയുടെ വാക്കുകൾ കേട്ടിട്ട് ബാലചന്ദ്രമേനോന് മറുപടി ഒന്നും പറയുവാനില്ല. താൻ വല്ലാണ്ടങ്ങ് ചുരുങ്ങിപ്പോയി എന്നൊരു തോന്നൽ അയാളുടെ മനസ്സിലകത്തേക്ക് വരാൻ തുടങ്ങി. അലീന വീണ്ടും പറയുകയാണ്, അച്ഛാ, അച്ഛൻ ഇന്ന് രാത്രി തന്നെ ബബിതയെ വിളിച്ച് സംസാരിക്കണം കേട്ടോ. സ്നേഹമായിട്ട് സംസാരിക്കണം. അതുകൊണ്ട് അവൾക്ക് മാത്രമല്ല അച്ഛനും ആശ്വാസം കിട്ടും. ഒറ്റ ദിവസം കൊണ്ട് അവളുടെ മനസ്സ് മാറ്റാം എന്നൊന്നും എനിക്ക് വിചാരമില്ല. അച്ഛൻ അവളോട് വാത്സല്യമാണെന്നും സ്നേഹവും കരുതലുമുണ്ടെന്നും അവൾക്ക് ബോധ്യപ്പെടണം. അങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. പക്ഷെ മോളെ, അവൾ നമ്മളെ മനസ്സിലാക്കണ്ടേ? ഞാനും ഒരു മനുഷ്യനാണെന്നും എനിക്കും പ്രശ്നങ്ങളുണ്ടെന്നും അവൾ അറിയണ്ടേ? മക്കൾ മാതാപിതാക്കളെ അല്ലച്ച, മാതാപിതാക്കൾ മക്കളെയാണ് മനസ്സിലാക്കേണ്ടത്. മക്കൾ പിന്നീട് അച്ഛനോ അമ്മയോ ആകുന്നതുവരെ നമ്മൾ അവരെ മനസ്സിലാക്കിയേ പറ്റൂ. ഇത് അലീന പറയുമ്പോഴേക്കും കാറ് ടൗണിലെത്തി. അവൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ബാലചന്ദ്രമേനോൻ ടെക്സ്റ്റൈൽ ഷോപ്പിന് മുമ്പിൽ കാർ നിർത്തി അവളെയും കൂട്ടിക്കൊണ്ട് ജൗളിക്കടയിലേക്ക് കയറി. അത് ബാലചന്ദ്രമേനോൻ്റെ തന്നെ ടെക്സ്റ്റൈൽ ഷോപ്പാണ്. ജോലിക്കാരെഴുന്നേറ്റ് വിനീതരായി നിൽക്കുകയാണ്. കുറച്ച് ഡ്രസ്സ് വേണം, ബാലേന്ദ്രമേനോൻ സെയിൽസ്മാനോട് പറഞ്ഞു. ഈ കുട്ടിക്ക് ആവശ്യമുള്ള ചുരിദാറുകളും ഹാബ് സാരികളും എടുത്തേക്കൂ. വിലയൊന്നും പ്രത്യേകിച്ച് നോക്കണ്ട. എത്ര ജോഡി വേണം സാർ? അതൊരു 10-15 ജോഡി എടുത്തോളൂ. ഇത് കേട്ടുകൊണ്ട് സെയിൽസ്മാൻ ടേബിളിന് മീതേക്ക് ഡ്രസ്സുകൾ വാരി വലിച്ചിട്ട് തുടങ്ങി. അതിൽ നിന്നും 8-10 എണ്ണം ബാലചന്ദ്രൻ തന്നെ സെലക്ട് ചെയ്തു വെച്ചു. അപ്പോൾ അലീന അദ്ദേഹത്തെ തോണ്ടി വിളിച്ചു മാറ്റി നിർത്തിയിട്ട് പറയുകയാണ്, അതെ അച്ഛാ, 2 ജോഡി മതി. 2 ജോഡിയെന്നോ? അതുകൊണ്ട് എന്താകാനാണ്? നിനക്ക് മാറി എടുക്കണ്ടേ? മതിയച്ഛാ, എനിക്ക് നഷ്ടപ്പെട്ടത് അത്രയും തിരിച്ചു തരണമെന്ന് അച്ഛന് നിർബന്ധമാണെങ്കിൽ അതിൻ്റെ പൈസ ഇങ്ങി തന്നാൽ മതി. ഓ, അത് ശരി. എന്നിട്ടത് ഏതെങ്കിലും ഓർഫനേജിന് സംഭാവന ചെയ്യാം അല്ലേ? അച്ഛാ, ഞാൻ പറഞ്ഞത്രയും മതി, അതിൽ കൂടുതൽ ഞാൻ എടുക്കില്ല. ശരി, അങ്ങനെയെങ്കിൽ നിന്റെ ഇഷ്ടം. ഇത് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രമേനോൻ തിരിഞ്ഞു നടന്നു. അദ്ദേഹത്തിന് പരിഭവമായി എന്ന് അലീനയ്ക്ക് മനസ്സിലായി. പക്ഷേ അവളുടെ തീരുമാനത്തിന് ഒരു മാറ്റവുമില്ല. ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്നും ഇറങ്ങിയപ്പോൾ അവൾ മാർക്കറ്റിലേക്ക് പോകണമെന്ന് പറഞ്ഞു. പല സാധനങ്ങൾ വാങ്ങാനുണ്ട്: അരി, പച്ചക്കറി, പഞ്ചസാര, ബേക്കറി ഐറ്റംസ്, മറ്റു പലവ്യഞ്ജനങ്ങൾ എന്നിവ. ഇതൊക്കെ പറഞ്ഞത് കേട്ടിട്ടും ബാലചന്ദ്രൻ മിണ്ടാതെ ഇരുന്ന് ഡ്രൈവ് ചെയ്യുന്നത് കണ്ടുകൊണ്ട് അലീന ചോദിച്ചു, അച്ഛന് എന്നോട് ദേഷ്യമാണോ? മോളെ, ഞാൻ ആ സെയിൽസ്മാനോട് ഇത്രയുമൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് നീ അവരുടെ മുൻപിൽ വെച്ച് തന്നെ എല്ലാം വെട്ടിക്കുറച്ച് കളഞ്ഞില്ലേ? ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് അച്ഛൻ അറിയുമോ? അച്ഛൻ എന്നെയും കൂട്ടി വീട്ടിൽ നിന്നിറങ്ങിയപ്പോഴേ എനിക്ക് മനസ്സിലായി, ബബിത നശിപ്പിച്ച ഡ്രസ്സിന് പകരം അതിൻ്റെ ഇരട്ടി എനിക്ക് വാങ്ങിത്തരാനുള്ള വാശിയിലാണെന്ന്. ബബിതയ്ക്കും രോഹിത്തിനുമൊക്കെ അങ്ങനെ തന്നെ തോന്നിയിട്ടുണ്ടാവും. ഞാൻ ഒരു ബണ്ടിൽ ഡ്രസ്സുമായി വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവരെന്താ വിചാരിക്കുക? അച്ഛൻ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ തോൽപ്പിച്ചു എന്നല്ലേ? അവരോട് അച്ഛൻ വാശി കാണിച്ചതായിട്ടല്ലേ അവർ കണക്കാക്കൂ? പിന്നെ അവരുടെ മനോഭാവം എന്തായിരിക്കും? അവൾ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണെന്ന് ബാലചന്ദ്രമേനോന് മനസ്സിലായി. അങ്ങനെ ഒരു വശത്തെപ്പറ്റി അയാൾ ചിന്തിച്ചിരുന്നതേയില്ല. തുടർന്ന് വീണ്ടും അലീന പറയുകയാണ്, അച്ഛൻ രാത്രിയിൽ ബബിതയെ വിളിച്ച് സംസാരിക്കുമ്പോൾ ഈ ഡ്രസ്സ് കൂടി കാണിച്ചേക്കണം. സന്മനസ്സുണ്ടെങ്കിൽ ബബിത തന്നെ ഇത് കൊടുക്കണമെന്നും പറയണം. എന്നുവെച്ച് ഒട്ടും നിർബന്ധിക്കരുത്. അച്ഛൻ ഇത്രയേ വാങ്ങിയിട്ടുള്ളെന്നും അത് അച്ഛൻ എനിക്ക് തന്നെ എന്നെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും അവൾക്ക് മനസ്സിലാവട്ടെ. അലീനയുടെ ഈ സംസാരം കേട്ടുകൊണ്ട് ബാലചന്ദ്രമേനോൻ റോഡരികിലേക്ക് കാർ ചേർത്ത് നിർത്തി. തുടർന്ന് വിസ്മയാധീനനായി അയാൾ അലീനയുടെ മുഖത്തേക്ക് നോക്കി. ആ നോട്ടം കണ്ടുകൊണ്ട് അലീന, എന്താച്ചാ? മോളെ, തീരെ ചെറിയ കാര്യങ്ങളിൽ പോലും നീ കാണിക്കുന്ന ഈ സൂക്ഷ്മതയും ശ്രദ്ധയും, ഇതൊക്കെ നിന്നെ ആരാണ് പഠിപ്പിച്ചത്? ആരും പഠിപ്പിച്ചതല്ല. ഞങ്ങളുടെ ബ്രിജിത്ത മമ്മിയുടെ ജീവിതം കണ്ട് ഞങ്ങൾ പഠിച്ചതാണ്. മമ്മിയുടെ ജീവിതമായിരുന്നു ഞങ്ങളുടെ സ്കൂളും കോളേജും യൂണിവേഴ്സിറ്റിയും എല്ലാം. മമ്മി ഒരിക്കലും ഇങ്ങനെ ജീവിക്കണം എന്ന് ഞങ്ങളെ ഉപദേശിച്ചിട്ടില്ല. പകരം എങ്ങനെ ജീവിക്കണം എന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരികയായിരുന്നു. അലീനയുടെ ഖണ്ഡമിടറി. ബ്രിജിത്ത മമ്മിയെപ്പോലെ ഒരമ്മയെ കിട്ടിയതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. മമ്മി ജീവിച്ചിരുന്നപ്പോൾ ഞാനതിൻ്റെ വില അറിഞ്ഞില്ല. ഇപ്പോൾ ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോൾ എനിക്കറിയാം അതുപോലൊരു അമ്മയെ ആർക്കും കിട്ടിയിട്ടില്ല എന്ന്. ആ നഷ്ടം എത്ര വലുതാണെന്നറിയുമോ? ഇത്രയും പറഞ്ഞിട്ട് അലീന പെട്ടെന്ന് ഡാഷ്ബോർഡിലേക്ക് തല ചായ്ച്ചു. അങ്ങനെ ഇരുന്നുകൊണ്ട് അവൾ കണ്ണും മൂക്കും തുടയ്ക്കുന്നത് ബാലചന്ദ്രമേനോന് കാണാമായിരുന്നു. അയാൾ സ്വാന്തനമെന്ന പോലെ അവളുടെ ചുമലിൽ മെല്ലെ തട്ടി. അലീന നിവർന്നിരുന്ന് ഒന്നുകൂടി കണ്ണും മുഖവും തുടച്ചു. എന്നിട്ട് ബാലചന്ദ്രമേനോനോട്, സോറി അച്ഛാ, ഞാൻ അല്പം ഇമോഷണലായിപ്പോയി. ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് ബാലചന്ദ്രമേനോൻ വീണ്ടും കാറ് മുൻപോട്ടെടുത്തു. തുടർന്ന് കാണുന്നത് ഊണുമേശയിൽ കൈമുട്ടുകൾ ഊന്നി കൈനഖം കടിച്ച് അസ്വസ്ഥയായിരിക്കുന്ന ബബിതയാണ്. അടുത്ത മേശയിൽ ചാരി കൃഷ്ണക നിൽപ്പുണ്ട്. രോഹിത്ത് കസേരയിലിരിക്കുകയാണ്. അവൻ പറയുന്നുണ്ട്, അച്ഛനവൾക്ക് ഡ്രസ്സ് എടുത്തു കൊടുക്കാൻ കൊണ്ടുപോയതാണ് എന്നുള്ള കാര്യം ഉറപ്പല്ലേ? അത് കേട്ടിട്ട് അസ്വസ്ഥതയോടെ ബബിത, അതെനിക്ക് അപ്പോഴേ അറിയായിരുന്നു. എന്തായാലും ഇങ്ങോട്ട് തന്നെ അല്ലേ കൊണ്ടുവരുന്നത്? അവൾക്കും അച്ഛനും എപ്പോഴും ഡ്രസ്സിന് കാവലിരിക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ കത്രിക അത് ഒടിഞ്ഞു പോയിട്ടൊന്നുമില്ല.
ഇത് കേട്ടുകൊണ്ട് കൃഷ്ണജ ചോദിക്കുകയാണ്, എന്തിനാ ചേച്ചി അലീന ചേച്ചിയുടെ അടുത്ത് വഴക്കിന് പോണേ? ആ ചേച്ചി എന്ത് ചെയ്തിട്ടാണ് അതിന്റെ ഡ്രസ്സെല്ലാം നശിപ്പിച്ചു കളഞ്ഞത്? നീ എന്നോട് മിണ്ടരുത്. അച്ഛനെ കൊണ്ട് അവളെന്റെ മുഖത്തടിപ്പിച്ചു. വെറുതെ വിടില്ല ഞാൻ അവളെ. അത് കേട്ടുകൊണ്ട് വീണ്ടും കൃഷ്ണജ, അല്ല അച്ഛൻ ചേച്ചിയുടെ മുഖത്ത് എന്തിനാണ് അടിച്ചത്? അവളെ തൃപ്തിപ്പെടുത്തുവാൻ. അതുകൊണ്ടൊന്നും അല്ല ചേച്ചി. ചേച്ചി വേണ്ടാതിനെ പറഞ്ഞിട്ടല്ലേ? ഞാൻ കണ്ടോണ്ട് നിൽക്കുകയല്ലായിരുന്നു എല്ലാം. പെണ്ണെ, നീ പൊയ്ക്കോണം എൻ്റെ മുമ്പിലെന്ന്, ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് നീ മേടിക്കും. ഇത് കേട്ടുകൊണ്ട് കൃഷ്ണജ മെല്ലെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അല്പം കഴിഞ്ഞപ്പോൾ തുറന്നു കിടന്ന വാതിലിലൂടെ കാറിന്റെ ഹെഡ്ലൈറ്റിന്റെ വെട്ടം ജനലയിലേക്ക് അടിച്ചു. അത് കണ്ടുകൊണ്ട് രോഹിത്, ആ അച്ഛനും അവളും വരുന്നുണ്ട്. അത് കേട്ടിട്ട് ബബിതയ്ക്ക് യാതൊരു ഭാവമാറ്റവുമില്ല. അവൾ അനങ്ങാതെ അവിടെ നിൽക്കുകയാണ്. ഡോറ് തുറക്കുന്നതും അടയ്ക്കുന്നതുമായ ശബ്ദം കേൾക്കാമായിരുന്നു. കുറെ പാക്കറ്റുകൾ ഇരു കൈകളിലും തൂക്കി പിടിച്ചുകൊണ്ട് അലീന നടന്നു വന്നു. ബബിത അലീനയുടെ നേർക്ക് സൂക്ഷിച്ചൊന്ന് നോക്കി. അലീന ആവട്ടെ സാധനങ്ങളുമായി സ്റ്റോർ റൂമിലേക്ക് പോയി. അല്പം കഴിഞ്ഞ് വീണ്ടും ചെന്ന് സിറ്റൗട്ടിലിരുന്ന പ്ലാസ്റ്റിക് ചാക്കും ബിഗ് ഷോപ്പറും എടുത്തുകൊണ്ടുവന്നു. ബാലചന്ദ്രമേനോൻ 2 ടെക്സ്റ്റൈൽ ബാഗുകളുമായി മുകളിലേക്ക് കയറിപ്പോകുന്നത് ബബിത ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അലീന കിച്ചണിൽ ഭക്ഷണം എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രോഹിത് മെല്ലെ അലീനയുടെ മുറിയിലേക്ക് ചെന്നു. മേശയിലും അലമാരിയിലും അഴയിലും ബാഗിലും സൂട്ട് കേസിലും എല്ലാം ഒരു പരിശോധന നടത്തി. അത്താഴത്തിന് ശേഷം അലീന റൂമിലേക്ക് പോയപ്പോൾ രോഹിത് സ്റ്റോർ റൂം പരിശോധിച്ചു. അവിടെ എവിടെയും പുതിയ തുണിത്തരങ്ങളൊന്നും കണ്ടില്ല. പിന്നാലെ ബബിതയും അവിടേക്ക് എത്തിയിട്ടുണ്ട്. ബബിത രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട്, ഒന്നും വാങ്ങിച്ചില്ലേ? അച്ഛൻ്റെ കയ്യിൽ 2 ടെക്സ്റ്റൈൽ കവറുകൾ കണ്ടു, പക്ഷേ ഇവിടെ ഒന്നും കാണുന്നില്ല. ഓ അതേ ഉള്ളോ? ചിലപ്പോൾ പലചരക്കും പച്ചക്കറിയും ഒക്കെ വാങ്ങാൻ പോയതായിരിക്കും. ഇല്ലില്ല, ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചു വെച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ കാറിൻ്റെ ഡിക്കിയിലോ ബാക്ക് സീറ്റിലോ കാണും. നമ്മളെ കാണിക്കാൻ മടിച്ച് എടുക്കാത്തതായിരിക്കും. വെളുപ്പിന് ഡിക്കി തുറന്നെടുത്താൽ നമ്മൾ അറിയില്ലല്ലോ. ബബിതയും രോഹിത്തും ഇനി എന്തു വേണമെന്ന് സംശയിച്ചു നിൽക്കുമ്പോൾ ബാലചന്ദ്രമേനോൻ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് ബബിതയെ വിളിച്ചു മുകളിലേക്ക് ചെല്ലുവാൻ. രോഹിത്തിന്റെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് ബബിത മുകളിലേക്ക് പതിയെ നടന്നു. സാവധാനം അവൾ കോണിപ്പടി കയറുമ്പോൾ കിഷോർ വീട്ടിൽ വന്ന കാര്യം അലീനെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടാവും എന്നവൾ ഊഹിച്ചു. അലീനയുടെ ഡ്രസ്സുകൾ താൻ കത്രിക കൊണ്ട് വെട്ടി നശിപ്പിക്കുവാനുള്ള കാരണം എന്താണെന്ന് അച്ഛൻ തീർച്ചയായിട്ടും തിരക്കിയിട്ടുണ്ടാവും. അവൾ തന്നെ ആ സമയത്ത് ഒറ്റിക്കൊടുത്തിട്ടുമുണ്ടാവും. ബാലചന്ദ്രമേനോന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാൻ അവൾ മനസ്സിൽ പല കാര്യങ്ങൾ മെനഞ്ഞെടുക്കുവാൻ തുടങ്ങി. അച്ഛൻ്റെ മുമ്പിൽ ചെറുത്തു നിൽക്കുക, അത് തന്നെ അവൾ തീരുമാനിച്ചു. ഇനിയും ഞാൻ ക്ലാസ് കട്ട് ചെയ്തെന്ന് വരും. കിഷോർ ഈ വീട്ടിൽ വന്നെന്ന് വരിക്കും. തടയാൻ കഴിയുമെങ്കിൽ അച്ഛൻ അങ്ങോട്ട് തടയ്, അല്ലെങ്കിൽ എന്നെ അങ്ങോട്ട് കൊല്ല്. ഈ ചിന്തകളൊക്കെ മനസ്സിലിട്ട് ഊതിപ്പെരിപ്പിച്ച് പ്രതിരോധ സജ്ജയായി അവൾ ബാൽക്കണിയിലൂടെ മെല്ലെ മുൻപോട്ട് നടന്നു നീങ്ങി. മഴത്തോരു മുൻപ് എന്ന സീരിയൽ ആവേശകരമായ ഒരു അന്ത്യത്തിലേക്ക് അടുക്കുകയാണ്. ഈ സീരിയലിനെ കുറിച്ചുള്ള വിവരങ്ങൾ മുന്നമേ കൂട്ടി അറിയുവാൻ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുവാൻ മറക്കരുത് എന്ന് ഓർപ്പിക്കുന്നു. അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും എത്താം. അതുവരേക്കും ബൈ ബൈ.